ലോകാവസാനത്തെക്കുറിച്ച് നിരവധി പ്രവചനങ്ങളാണ് നാം ഇതിനോടകം തന്നെ കേട്ടിരിക്കുക. ഇപ്പോഴും ഇത്തരം പ്രവചനങ്ങൾ വാർത്തയായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ ലോകം ഇന്ന് അവസാനിക്കും, നാളെ അവസാനിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ അടിക്കടി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് തന്നെ ലോകാവസാനം ഇപ്പോൾ വലിയ ഞെട്ടലൊന്നും നമ്മളിൽ ഉണ്ടാക്കാറില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രവചനം ഏവരെയും ഞെട്ടിക്കുന്നതാണ്. ലോകാവസാനം സംബന്ധിച്ച് സർ ഐസക് ന്യൂട്ടൺ നടത്തിയ പ്രവചനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ലോകാവസാനത്തിന് ഇനി വർഷങ്ങൾ മാത്രമാണ് ഉള്ളതെന്നാണ് ന്യൂട്ടന്റെ പ്രവചനം. 320 വർഷങ്ങൾക്ക് മുൻപ് 1704 ന്യൂട്ടൺ ലോകാവസാനം സംബന്ധിച്ച് പ്രവചനം നടത്തിയത്. ബൈബിളിലെ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു അദ്ദേഹം ഈ നിർണായക പ്രവചനം നടത്തിയത്. റോമൻ സാമ്രാജ്യത്തിന്റെ ഉദയം മുതൽ 1206 വർഷം ലോകം അവസാനിക്കുമെന്നാണ് ന്യൂട്ടൺ അന്ന് പറഞ്ഞത്. ഇത് പ്രകാരം റോമൻ സാമ്രാജ്യം ഉണ്ടായി 1260 വർഷം എന്നത് 2060 അതായത് ലോകം അവസാനിക്കാൻ ഇനി ബാക്കിയുള്ളത് കേവലം 35 വർഷം മാത്രം. ന്യൂട്ടൺ എഴുതിയ ഒരു കത്തിലാണ് ലോകാവസാനത്തെക്കുറിച്ച് പറയുന്നത്. ഈ കത്ത് ഹീബ്രു സർവകലാശാലയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ലോകം അവസാനിക്കുന്നതിന് മുന്നോടിയായി മഹാമാരിയും യുദ്ധവും ഉണ്ടാകും. ഇതായിരിക്കും ലോകാവസാനത്തിലേക്ക് നയിക്കുക. ഇതിനുശേഷം യേശു വീണ്ടും ഭൂമിയിലേക്ക് എത്തുമെന്നും ന്യൂട്ടന്റെ പ്രവചനത്തിലുണ്ട്. ലോകം നശിച്ച ശേഷം പിന്നീട് യേശുവും വിശുദ്ധന്മാരും പുതിയ ഭൂമി സൃഷ്ടിക്കും. 1000 വർഷത്തേക്ക് സമാധാന രാജ്യം ഇവിടെ സ്ഥാപിക്കുമെന്നാണ് ന്യൂട്ടന്റെ കത്തിൽ പറയുന്നത്. അതേസമയം 2060 തന്നെ ലോകം ഇല്ലാതാകുമെന്ന് ന്യൂട്ടൺ ഉറപ്പിച്ച് പറയുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. 2060 ആരംഭത്തിലോ അല്ലെങ്കിൽ ഇതിനു ശേഷമോ ആകാം ലോകം ഇല്ലാതാകുന്നത്. പെട്ടെന്ന് തന്നെ ലോകം അവസാനിക്കുമെന്ന് താൻ കരുതുന്നില്ലെന്നും ലോകം അവസാനിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ ആളുകളെ ഭീതിയിൽ ആഴ്ത്തുന്നത് ശരിയല്ലെന്നും ന്യൂട്ടന്റെ കത്തിൽ അഭിപ്രായപ്പെടുന്നു. ന്യൂട്ടന്റെ ലോകാവസാനം സംബന്ധിച്ച പ്രവചനം വാർത്തകളിൽ നിറഞ്ഞതോടെ ഗവേഷകരും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂട്ടന്റെ പ്രവചനം ശരിവെച്ചും തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയും നിരവധി ഗവേഷകരാണ് എത്തിയിട്ടുള്ളത്. ജീവിതത്തിലുടനീളം മതവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം ന്യൂട്ടൺ നേടിത്തന്നിരുന്നു. ഇതിന്റെ ഫലമാണ് പ്രവചനമെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു.